ഇന്ന് നമുക്ക് ഒരു ദോശ തയ്യാറാക്കാം. റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു റവനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ റവ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. പുളി കുറഞ്ഞ തൈരാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള തൈര് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോ 1/4 കപ്പോ തൈര് ചേർത്താൽ മതി. ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയും തൈരും റവയെല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടിയുള്ളൊരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റവ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷേ അങ്ങനെ വെള്ളം ചേർക്കുന്ന സമയത്ത് നമ്മുടെ മാവ് ഒരുപാട് ലൂസാകാതെ നോക്കണം. അതുകൊണ്ടാണ് ഞാനിത് അടിച്ചതിന് ശേഷം വെള്ളം ചേർക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മുടെ മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല. അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഒരുപാട് ലൂസാവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒരു വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് കട്ടിയല്ല. ഈ ഒരു രീതിയിലാണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാവിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റവ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ടിഷ്യൂവോ തുണിയോ വെച്ച് നന്നായി തുടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്റോസ്റ്റിനും മസാല ദോശക്കെല്ലാം തയ്യാറാക്കുന്ന ദോശ പോലെ നേരിയതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അഥവാ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു സൈഡെല്ലാം നന്നായിട്ട് ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പം നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമ്മൾ ഓരോ ദോശ ചുടുന്ന സമയത്തും വെള്ളം നനച്ച് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിന് ശേഷം വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് കൊണ്ടും ദോശ ചുട്ടെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ദോശ നമുക്ക് ഈ ഒരു റവ വെച്ചിട്ട് ഈ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു റവ ദോശ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഈ ഒരു ദോശ തയ്യാറാക്കുക. പക്ഷേ നല്ല സോഫ്റ്റ് ദോശയായിരിക്കും, അന്നേരം ഇത്ര ക്രിസ്പി ആയിരിക്കില്ല. തേങ്ങാ ചട്നീൻ്റെ കൂടെയും തക്കാളി ചട്നിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ദോശയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.